നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില വ്യക്തികളിലേക്ക് മാത്രം പണം ഒഴുകിയെത്തുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും വിജയിക്കുന്നത് എന്ന്? നമ്മുടെ പ്രപഞ്ചത്തിന് ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. നമ്മളിലേക്ക് പണം വരാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രപഞ്ചവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ചില സൂചനകൾ തരും. പലരും ഈ സൂചനകൾ കാണാതെ പോവുകയാണ് അല്ലെങ്കിൽ അവഗണിക്കുകയാണ് പതിവ്. ഈ സൂചനകളിൽ ഒരു 3 ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ ഒക്കെ മാറാൻ പോവുകയാണെന്ന്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ ലാസ്റ്റ് പറയുന്ന ആ ഒരു സൂചനയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പണത്തോടുള്ള ഭയവും ദേഷ്യവും ഒക്കെ ഇല്ലാതാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കുട്ടികളുടെ സ്കൂൾ ഫീസോ അതല്ലെങ്കിൽ കറണ്ട് ബില്ലോ വീട്ടു സാധനങ്ങളോ ഒക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോയല്ലോ എന്നുള്ളൊരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ മുതൽ നിങ്ങൾ പണം സന്തോഷത്തോടെ ചിലവഴിക്കും. എൻ്റെ കയ്യിൽ നിന്ന് പോയ പണം ഇരട്ടിയായി എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ പണം ചിലവഴിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ പണത്തിന് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അത് സന്തോഷത്തോടെ കൂടി ചെലവഴിക്കുമ്പോൾ നിങ്ങളിലേക്ക് പണം കൂടുതലായി ആകർഷിക്കപ്പെടും എന്നാണ്. പണത്തെക്കുറിച്ചുള്ള ദാരിദ്ര്യ ചിന്തകൾ മാറി സമൃദ്ധിയുടെ ചിന്തകൾ വരുന്നത് നിങ്ങളിലേക്ക് പണം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. രണ്ടാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ തുകകൾ അപ്രതീക്ഷിതമായി ലഭിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു പഴയ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ നിന്നും ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ലഭിക്കുക, അല്ലെങ്കിൽ ഒരു പഴയ പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ വഴിയിൽ കൂടി നടക്കുമ്പോൾ വഴിയിൽ കിടന്ന് ഒരു കോയിൻ കിട്ടുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് ഗിഫ്റ്റുകൾ കിട്ടുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ ഒരു സൂചനയാണ്. നിനക്ക് ഞാൻ നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. ഈ ചെറിയ തുകകളോട് അല്ലെങ്കിൽ സമ്മാനങ്ങളോട് നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വലിയ തുകകൾ ലഭിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ കുറച്ച് രസകരമാണ്. അതായത് ആവർത്തിച്ചു വരുന്ന നമ്പറുകൾ കാണുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 11:11, 2:22, 5:55 അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴേക്കും 777, 888 എന്നുള്ള നമ്പറുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മൈൻഡ് പവറിന്റെ ശാസ്ത്രം ഉപയോഗിച്ച് ഇതിനെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എസ്പെഷ്യലി 888, 11:11. ഇത് സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വൈബ്രേഷനിലേക്ക് എത്തുന്നതിന്റെ ഒരു സൂചനയാണ് ഇത്. നാലാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ പ്രകൃതിയോടും ചില ജീവികളോടും ഒക്കെ തോന്നുന്ന അടുപ്പമാണ്. അതായത് നിങ്ങളുടെ എനർജി ലെവൽ ഉയരുമ്പോൾ പ്രകൃതിയും അതിനോട് പ്രതികരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതി ഉണരുകയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗ്യവും ഉയരുകയാണ്. അടുത്ത സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അവസരങ്ങളും ആശയങ്ങളും തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അതായത് പുതിയ ഒരു ഐഡിയ മനസ്സിൽ തെളിയുന്നു. ഇതുവരെ തോന്നാത്ത ഒരു ഐഡിയയാണ്. ചിലപ്പോൾ അതൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിരിക്കാം, അതല്ലെങ്കിൽ ഉള്ള ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താനായിരിക്കാം, അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ളതായിരിക്കാം, ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ളതായിരിക്കാം. അതായത് അടഞ്ഞു കിടന്ന വാതിൽ തുറന്നു കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പണം ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരത്തില്ല. അത് ലഭിക്കാനുള്ള മാർഗങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് തരും. അത് ചെയ്യാനുള്ള ആത്മവിശ്വാസവും തരും. നിങ്ങളുടെ മനസ്സ് ഒരു മണി മാഗ്നറ്റായി മാറിയതിന്റെ തെളിവാണിത്. ആറാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലും അന്തരീക്ഷത്തിലും വരുന്ന മാറ്റമാണ്. എപ്പോഴും പരാതി പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും പിന്നോട്ട് വലിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മാറി എന്തിലും പോസിറ്റീവ് മാത്രം കാണുന്ന, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫ്രണ്ടിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ഒരേ ഊർജമുള്ള കാര്യങ്ങൾ തമ്മിൽ ആകർഷിക്കപ്പെടും എന്നാണ്. നിങ്ങളുടെ വൈബ്രേഷന്റെ ലെവൽ ഉയർന്നപ്പോൾ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങളിൽ നിന്ന് പതിയെ അകന്ന് പോസിറ്റീവ് വൈബ്സ് ഉള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
ഏഴാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു ആഴത്തിലുള്ള സമാധാനമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയ ബാലൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കടങ്ങളൊക്കെ ഇനിയും വീട്ടി തീർക്കാനുണ്ട്. എങ്കിലും നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ് എല്ലാം ശരിയാകും. ജീവിത വിജയം നിന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് എന്ന്. ഈ അവസ്ഥയാണ് മൈൻഡ് പവറിൽ നോയിങ് അല്ലെങ്കിൽ ഉറപ്പ് എന്ന് പറയുന്നത്. സംശയങ്ങളില്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ശാന്തമായി സമാധാനത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളെ തേടി പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ച വിജയം നൽകും. ഈ ശാന്തതയാണ് പണം നിങ്ങളെ തേടി വരുന്നതിൻ്റെ ലക്ഷണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി.